ഇല്ല. വലില്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. വേറായത്തിലാണത് എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെന്ന് വാദിക്കുന്നവൻ റബ്ബ് മാത്രമാണ്. ഇവിടെ ദൈവമെന്ന് പലരും വാദിച്ചു. ഫറോവ വാദിച്ചു, അതുപോലെ നമ്രൂദ് വാദിച്ചു, അതുപോലെ നമ്മുടെ ഇന്നത്തെ യുഗത്തില് ആൺ പെൺ പല ദേവതകളുണ്ട്, ദേവതകളുണ്ട്, ഇവരെല്ലാം വാദിക്കുന്നു. പക്ഷെ ആർക്കും തന്നെ വാദമില്ല അവര് വല്ലതും സൃഷ്ടിച്ചു എന്ന്, സൃഷ്ടിക്കാറുണ്ട് എന്ന്, അവരെ തന്നെ അവർ സൃഷ്ടിച്ചു എന്ന്. ആകാശഭൂമികളെ അവർ സൃഷ്ടിച്ചു എന്നവർക്ക് വാദമുണ്ടോ? എന്താ അവർ ചിന്തിക്കാത്തവർക്ക് എന്താ ഉറപ്പ് വരാത്തത് ഈ കാര്യത്തിൽ? എന്നിട്ട് അള്ളാഹു പറയുന്നു ഞാനാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ അവൻ മാലിക്കുൽ കൗനാണ്, ഈ കൗനിന്റെ ഉടമ അവനാണ്, നമ്മുടെ കയ്യിലല്ല അവന്റെ കയ്യിലാണ് എല്ലാം എന്ന് നാം വിശ്വസിക്കുന്നു. പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് നാം സമ്മതിച്ച് പറയാൻ വേണ്ടിയിട്ട് തൊള്ള കൊണ്ട് നമ്മക്കൊണ്ട് ഈ 17 തവണ മാലികി യൗമിദ്ദീൻ, മറ്റൊരു റിപ്പോർട്ടിൽ മലികി യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമ അത് അവൻ മാത്രമാണ്, യൗമുദ്ദീനിന്റെ രാജാവ് അത് അവൻ മാത്രമാണ്. യൗമുദ്ദീൻ ഏതാണ്? എല്ലാവർക്കും അറിയാം. ലാ തകല്ലമു നഫ്സുൻ, ഒരു നഫ്സും സംസാരിക്കൂല അള്ളാന്റെ ഓർഡർ ഇല്ലാതെ. അള്ളാന്റെ ഓർഡർ ഇല്ലാതെ ഒരു നഫ്സിന് സംസാരിക്കാൻ അധികാരമില്ല, അവകാശമില്ല. അങ്ങനെയുള്ള ആ യുഗത്തിൽ, ആ കാലഘട്ടത്തിൽ ലിമനിൽ മുൽക്കുല്യവും, ആരുടെ കയ്യിലാണ് മുൽക്ക് എന്ന് എല്ലാ സൃഷ്ടികളെയും ആകാശങ്ങളെയും ഭൂമികളെയും ചരാചരങ്ങളെയും മുഴുവൻ അള്ളാഹു ഉദ്ദേശിച്ചവകളെയെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെയെല്ലാം നശിപ്പിച്ച ശേഷം ആർക്കാണ് അധികാരമെന്ന് അവൻ ചോദിക്കുമെന്നാണ് ഖുർആൻ പറയുന്നു. ആ ഭാഗം ലിമനിൽ മുൽക്കുൽ യൗം, മറുപടി പറയാൻ ആളില്ല, മറുപടി അവൻ തന്നെ പറയും. ലില്ലാഹി വാഹിദിൽ ഖഹാർ, ഖഹാറായ ജബ്ബാറായ അല്ലാഹുവിന് മാത്രമാണ്. നമ്മളിലേക്ക് നാം മടങ്ങാം. നാം ഉറക്കം വരുമ്പോൾ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കാൻ ഉറങ്ങിയിലും പറ്റൂല. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങും. എത്ര ആക്സിഡന്റ്, എന്ത് കാരണത്താലാണ് ആക്സിഡന്റ്? ഉറങ്ങിയില്ല. എന്താണ്? കണ്ണു ചെയ്യാൻ പറ്റുന്നില്ല, ഹക്കുമില്ല. കണ്ണൂർ തെറ്റുന്നു. ഉറക്കം വരുമ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കണ്ണൂർ തെറ്റുന്നു എന്നാണ് നാം മനസ്സിലാക്കിയത്. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? ഒരു കഴിവില്ല, ഒരു കഴിവില്ല. ഭക്ഷണമില്ലെങ്കിൽ, പാനീയമില്ലെങ്കിൽ, അപ്രകാരം ഓക്സിജൻ ഇല്ലെങ്കിൽ, അപ്രകാരം ഉറക്കമില്ലെങ്കിൽ, ഇവിടെയെല്ലാം നമ്മുടെ ശേഷികൾ അവിടെ പ്രകടമാകുന്നു, നമ്മുടെ കഴിവുകൾ അവിടെ പ്രകടമാകുന്നു. അപ്പോഴാണ് ഓരോ വ്യക്തിക്കും അവനിലൂടെ, അവന്റെ റബ്ബിലൂടെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിക്കുക. അതെ, അപ്പോഴാണ് ഞാൻ സാധാരണ സന്ദർശകരോട് പറയാറുണ്ട്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഭാഗമാണ് നാം ഓതുന്നതായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിന് മാത്രമാണ് എന്ന ആ സ്തുതികളെല്ലാം, സ്തുതിക്കർഹനായ എല്ലാ നിഅമത്തുകളും അവന്റെ മുമ്പിൽ ഇങ്ങനെ ഉംറക്ക് വന്നു, ഹജ്ജിന് വന്നു, പുണ്യഭൂമി കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു, മുസ്ലിം ആവാൻ സാധിച്ചു. അവിടെ ശേഖരനും നായരും അതുപോലെ ലക്ഷ്മിയും അതുപോലെ അയ്യപ്പാശന എന്ന് പറയുന്നവരും അതുപോലെ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും നികൃഷ്ട ജീവിതം വാഴപ്പഴവും തേങ്ങയുമായിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ പ്രത്യേക കോലവുമായിട്ട് പോകുന്നു. എന്നിട്ട് ബിംബങ്ങളെയോ അല്ലെങ്കിൽ കല്ലിക്കരടെ കഞ്ഞനക്കുറ്റു മുതൽ മുള്ളുമുരുടെ മൂർക്കമ്പാമ്പ് വരെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ നടത്തുന്ന നിന്യതയുടെ നികൃഷ്ടതയുടെ ജീവിതം ജീവിക്കുന്നവരായിട്ട് കാണുന്നു. എന്തും പൂജിക്കുന്ന സൈസിലുള്ള ആൾക്കാർ ജീവിക്കുന്ന നാട്ടിലാണല്ലോ നാം ജീവിക്കുന്നത്, അഥവാ ഇന്ത്യക്കാർ ജീവിക്കുന്നത്. ഇന്ത്യയിലുള്ളവർ ആരാധിക്കാത്ത ഒരു സാധനമുണ്ടോ? ഇങ്ങനെയുള്ള സദസ്സിൽ തന്നെ പറയാൻ പറ്റാത്തതിനെ പൂജിക്കുന്നവരാണ് ഇന്ത്യക്കാരിൽ നിൽക്കുന്ന പല വിഭാഗങ്ങൾ നമുക്കറിയാവുന്നതുപോലെ. ഇങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്നിട്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മുസ്ലിങ്ങളെ ആദരിച്ചു, ബഹുമാനിച്ചു. ആരാക്കി മാറ്റി? ആകാശഭൂമിയെ ശക്തിച്ച അർശിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ തല താഴ്ത്തുന്ന വ്യക്തിയാക്കി മാറ്റി, സ്തുതി ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റി, അഭിമാനത്തോടെ അന്തസ്സോട് കൂടി ജീവിക്കുന്ന വ്യക്തിയാക്കി മാറ്റി, മറ്റുള്ളവരുടെ അഭിമാനങ്ങളെയും അന്തസ്സുകളെയും സംരക്ഷിക്കുന്ന വ്യക്തികളാക്കി മാറ്റി. സ്വന്തം മാത്രമല്ല, ഇത് ആരുടെ ചോര തൊടാൻ പാടില്ല, അഥവാ പിച്ച് ചീന്താൻ പാടില്ല, ആരുടെ സമ്പത്ത് തൊടാൻ പാടില്ല, അഥവാ ഇസ്ലാം അനുവദിച്ച രൂപത്തിലല്ലാതെ നിങ്ങൾക്ക് ഹറാമാണ്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ ചോര, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ചോര, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് പരസ്പരം
യോജിച്ച രൂപത്തിലല്ലാതെ. അങ്ങനെ അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം ജീവിക്കുന്നവരാക്കി നമ്മെ അള്ളാഹു മാറ്റിയില്ലേ? എന്തോ ഒരു അനുഗ്രഹത്തിലാണ് നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശൈലിയുടെ ഖുർആനിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തീർക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമാക്കാൻ പറ്റുന്നതല്ല. പറ്റുമോ? ഇല്ല. നമുക്ക് അള്ളാഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി ക്ലിഷ്ടമാക്കാൻ സാധിക്കുന്നതല്ല. ഉമ്മാന്റെ വയറ്റിൽ 4ാമത്തെ മാസത്തിൽ ആത്മാവ് ഊതപ്പെട്ടയിടം മുതൽ, ആത്മാവ് നിക്ഷേപിക്കപ്പെട്ടയിടം മുതൽ ഇന്ന് വരെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആർക്ക് പ്രവർത്തിക്കുന്നു? ബംഗ്രിയാസ് പ്രവർത്തിക്കുന്നു, കിഡ്നി പ്രവർത്തിക്കുന്നു, യന്ത്രങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നു, കണ്ണുള്ളവന്റെ കണ്ണ് പ്രവർത്തിക്കുന്നു, കാത് പ്രവർത്തിക്കുന്നു, നാക്ക് പ്രവർത്തിക്കുന്നു, എല്ലാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലൂടെ തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നു, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യുന്നു. അതിലൂടെ ആസ്വദിക്കേണ്ടവർ ആസ്വദിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹത്തിന്റെ സമുദ്രത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവരാണ് നാം. അതിൽപ്പെട്ട ഒരു മഹാ അനുഗ്രഹമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ച ഉറക്കിൽ കാണുന്നതായ കിനാവുകൾ പറയുന്നതിന് മുമ്പ് മുഖവര നൽകിയതായിരുന്നു. രാത്രിയിലും പകലിലും നിങ്ങൾ ഓർക്കുന്ന ഉറക്കം അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ മഹാ അത്ഭുതമാണ്. കാരണം എത്രയോ യന്ത്രങ്ങൾ ഉറങ്ങുന്നവന്റെ തലയിലേക്ക്, ഉറങ്ങുന്നവന്റെ നെഞ്ചത്തേക്ക്, ഉറങ്ങുന്നവന്റെ ബ്രെയിനിലേക്ക് ഡോക്ടർമാരൊക്കെയുള്ള സഹസാണ് ഇത് വെച്ചിട്ട് പഠനം ഇങ്ങനെ നടത്തി. എന്നിട്ടോ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. ചിലർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ കണ്ടു വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട്, പലതും വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പൊന്നും പുതിയത് കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് കിட்ட മനസ്സിലാക്കിയത് മാത്രമാണ്. അതേ സമയത്ത് ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയ കാര്യമാണ്, അത് നിങ്ങൾ കൈകടത്താൻ പറ്റൂല എന്ന് പറഞ്ഞതോ അത് ഇതുവരെ എത്ര യന്ത്രം ഫിറ്റ് ചെയ്തിട്ടും എന്താണ് നഫ്സ്, എന്താണ് ആത്മാവ്, ഉറങ്ങുമ്പോൾ ആത്മാവ് എവിടെ പോയി, മരിക്കുമ്പോൾ എവിടെ പോകുന്നു, അതിന്റെ സ്ഥിതി എന്താണ്, അത് എവിടെ വന്ന് തങ്ങി നിൽക്കുന്നു എന്നീ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട ഒരു യന്ത്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞ ശരി നാം കേട്ടത്. അവർ നിങ്ങളോട് അവർ ചോദിക്കുന്നു ആത്മാവിനെ കുറിച്ച്, നിങ്ങളോട് പ്രഖ്യാപിക്കൂതരെ എന്റെ റബ്ബ് സ്പെഷ്യലിസ്റ്റായ എന്റെ റബ്ബിനെ മാത്രം അറിയുന്ന, അവൻ അല്ലാതെ മറ്റാർക്കും അറിയാൻ പറ്റാത്ത ഒരു സാധനമാണ് ആത്മാവ്. വിജ്ഞാനങ്ങൾ കേട്ട് അല്പം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് നൽകപ്പെട്ട വിജ്ഞാനങ്ങൾ അല്ലാഹുവിന്റെ വിജ്ഞാനത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എല്ലാ വിജ്ഞാനത്തിന്റെ ഉടമകളുടെ മീതെ വിജ്ഞാനത്തിന്റെ ഉടമയുണ്ട്. അവനാണ് ആര്? അല്ലാഹുൽ ഗുയൂബായ ആലിമായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. അവനെ സംബന്ധിച്ചിടത്തോളം നാം ചർച്ച ചെയ്തു വരുന്നതായ ഉറക്കമില്ല എന്ന് മാത്രമല്ല, ഉറക്കത്തിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അഞ്ചിനമാണെന്നാണ്. അതിന്റെ ആദ്യത്തെ ഭാഗത്തിനെ കുറിച്ചാണ് അറബി ഭാഷയിൽ സിന എന്ന് പറയുക. ആ സിന എന്ന പദം വരെ അല്ലാഹുക്ക് പറയാൻ പറ്റുകയില്ല എന്ന ആ പദം ഉൾക്കൊള്ളുന്നതായ സൂറത്താണ് അല്ലെങ്കിൽ ആയത്താണ് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത്. അതേതാണ്? ആയത്തുൽ കുർസി. ലാ തഖുദുഹു സിനത്തുൻ. ഉറക്കത്തിന്റെ ഒരു ഭാഗമാണത്. അഞ്ചിനമാണ് ഉറക്കം പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് സിന. സിന എന്ന് പറഞ്ഞാൽ തൂക്കം. ശരിയായ ഉറക്കമല്ല, അയാൾക്കെല്ലാം സംഭവിക്കുന്നതൊക്കെ ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. തൂക്കമുണ്ടല്ലോ, തൂക്കം വരെ സംഭവിക്കാത്തവൻ, അവന്റെ ക്ഷീണം എന്താണെന്ന് അറിയുകയില്ല, അവന്റെ തൂക്കമില്ല. നിന്നെ അവൻ കാണും. നീ നിന്ന് നമസ്കരിക്കുന്ന വേള, നീ സുജൂദിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വേള, സുജൂദിലും റുക്കൂഇലും നീ പോകുന്ന സന്ദർഭത്തിൽ നിന്നെ അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്താണ് ആ വാക്കിന്റെ കടി? അങ്ങനെയുള്ള ഉറക്കമില്ല, തൂക്കവുമില്ല. എന്തുകൊണ്ട്? അവന് കൈയാളാൻ മാത്രമുള്ളതായ വിഷയങ്ങൾ അവന്റെ കൂടെ, അവന്റെ മുമ്പിൽ ഉണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അവനാണ് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉയരുന്നവനെ ഉയർത്തുന്നത്, താഴ്ത്തുന്നവനെ താഴ്ത്തുന്നത്.
ഭക്ഷണം തീറ്റിക്കുന്നത്, അതുപോലെ തന്നെ മഴ വർഷിപ്പിക്കുന്നത്, ഓരോ നാട്ടിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഭൂമിയിൽ സൂക്ഷിക്കുന്നത്, മീനിൽ നിറക്കുന്നത്, ഭക്ഷണം അപ്രകാരം എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ക്രിയകൾ ഇവിടെ ഭൂമിയിൽ നടക്കുന്നുണ്ടോ അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവാണ്. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നെറ്റിത്തടം മീതെ നിൽക്കേണ്ട മീതെ നിൽക്കേണ്ട ആദരിക്കപ്പെടേണ്ടതായ നെറ്റിത്തടത്തെ നാം താഴ്ത്തുന്നു. മീതയുള്ള അർശിന്റെ ഉടമയ്ക്ക് നാം സമർപ്പണം നടത്തുന്നു. ആ സമർപ്പണം നടത്തുമ്പോൾ സന്ദർശകർ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ലഭിച്ചതായ അനുഗ്രഹങ്ങളാകുന്ന പുണ്യഭൂമി കാണാനുള്ള, ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണാനുള്ള, അള്ളാഹുവിന്റെ ചിന്തകൾ കാണാനുള്ള ചാൻസുകൾ കിട്ടിയവർ അത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹി പറയണം. എന്നിട്ട് ഖുർആൻ നമസ്കാരത്തിലൂടെ ആസ്വദിക്കണം, രാത്രി നമസ്കാരത്തിലൂടെ ആസ്വദിക്കണം, സുന്നത്ത് നോമ്പിലൂടെ ആസ്വദിക്കണം, സുന്നത്ത് നമസ്കാരത്തിലൂടെ ആസ്വദിക്കണം. അള്ളാഹുവേ